ഹേ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാളകത്തിനടുത്തുള്ളൊരു സ്ഥലമാണ്. കാര്യം ഞാൻ സൺസെറ്റ് കാണാൻ പോയതാണ്, എങ്കിൽ തന്നെ സണ്ണ് നമുക്ക് മിസ്സായി. അപ്പോൾ അവിടുത്തെ ഭംഗിയൊക്കെ കണ്ടു പോരാമെന്ന് വിചാരിച്ചു. വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ പോയി ഇരിക്കാറുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. വലിയ ആൾക്കാരൊക്കെ വരുന്ന വലിയ സ്പോട്ടൊന്നുമില്ല, എങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടി പോയിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. റിലാക്സ് ആയിട്ട് അവിടെ പോയിരിക്കാം നമുക്ക്. ഞാൻ മാത്രമല്ല, എൻ്റെ പപ്പയും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളവിടെ കുറേ നേരമൊക്കെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. നല്ല കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് കൊടുങ്കാറ്റൊന്നുമല്ല, സാധാ കാറ്റ്. നല്ല ബ്രീസാണ് ഇവിടെ. താഴെ നെല്ലാണ്, അതായത് ഞാറ് നട്ടിരിക്കുന്നതാണ് താഴെയെല്ലാം. കിളികളൊക്കെ വീട്ടിലേക്ക് പോയി തുടങ്ങി. കൂട്ടിലേക്ക് ചെന്ന് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവരങ്ങനെ ഉറങ്ങാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഞാറ് നട്ടിരിക്കുന്നതാണ്. നട്ടിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നോക്കത്താ ദൂരത്താണ് ഈ പാടം ഇങ്ങനെ കിടക്കുന്നത്. ഇതങ്ങേയറ്റം സൂം ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അങ്ങേ സൈഡും പാടങ്ങൾ തന്നെയാണ്. ആകാശം കണ്ടോ എന്ത് ഭംഗിയാണ്! ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എത്ര ഭംഗിയോടെയാണെന്ന് നോക്കിയേ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇതുപോലെ കിളികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ട്. കൂടണയാൻ തേടി നടക്കുന്ന ഒരുപാട് കിളികളെ അവിടെ കാണാം. ഒച്ചയോ ബഹളോ വണ്ടിയുടെ ശല്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് പോയിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. സ്ഥലങ്ങളിൽ ഇതുപോലെ നടക്കാൻ നല്ല രസമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഈവനിങ് വാക്ക് നല്ല രസമാണ്. ഇതുപോലെ സ്ഥലങ്ങളിൽ ഇത് വരുന്നത് വാളകത്തിനടുത്താണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൊരു 1.5 കിലോമീറ്റർ മാക്സിമം. ഇവിടെ നിന്ന് ആ റോഡ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ താഴേക്കൂടെ ഒരു കനാല് പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ചെറിയൊരു തോട്. ഈ വഴി ഇറങ്ങും. വൈകുന്നേരമായി, ചീവീടുകളൊക്കെ കരഞ്ഞു തുടങ്ങി. ഒരു കൊക്ക് പറന്നു പോകുന്നു. ഇതുവഴി ചാടി, ഇത് കണ്ടോ, വന്ന വഴിയാണ്. ഈ പച്ചപ്പും എന്ത് രസമാണെന്നറിയോ ഇവിടെ കാണാൻ. ഏറുണ്ട്, താന്ന് പോകുന്നുണ്ട്. കുഴപ്പമാകുമോ അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം.
ശരിക്കും ഈ വെള്ളത്തുള്ളിക്കൊക്കെ അറിയാമായിരിക്കും ഇത് എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത്. ഈ പ്രവാസികൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യമായിരിക്കും ഇതുപോലെ മണ്ണ്, വെള്ളം. ഇതിനകത്ത് മീനുകളൊക്കെ ഉണ്ടാവും. അച്ഛൻ മീനുണ്ടാവും, അമ്മ മീനുണ്ടാവും, മക്കളുണ്ടാവും, മക്കളുടെ മക്കളുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിരിക്കും ഇതിൻ്റെ അകത്തുള്ളത്. ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയെ. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് പ്രവാസികളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെയൊക്കെ കാര്യങ്ങളെ. ഞാനൊന്ന് കയ്യും കാലും ഒക്കെ കഴുകി, എൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി അതേ വീണ്ടും തിരിച്ച് നടക്കുക. ഇതുവഴി പോരുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇവിടെ ചെരുപ്പൊക്കെ ഇങ്ങനെ താണു പോകും. അപ്പം ആരും പാനിക്കാവൊന്നും വേണ്ട. ഇതാ ഇതാ കയറി കയറി. ഇതാ അവിടെയാണ് നമ്മൾ നിന്നിരുന്നത്. ഇതുവഴി ഇറങ്ങി വരാം. പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഒരു മോട്ടോർ വര, ഇപ്പോഴും മോട്ടോർ വരയുണ്ട്, എന്നാലും പഴയ കാലത്ത് പണിതാണ്. കിളികളൊക്കെ ഇപ്പോഴും വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. ആകാശത്തിൻ്റെ നിറം കണ്ടോ, എന്ത് രസമാണ്. വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല, പക്ഷേ അടിപൊളി ഫീലിംഗ് ഇവിടെ വന്നിരിക്കുമ്പോൾ. റിലാക്സായിട്ട്, കാമായിട്ട്, സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്താ വണ്ടി അവിടെയാണ് വെച്ചിരിക്കുന്നത്, അങ്ങേറ്റത്താണ്. പപ്പയും വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ കറങ്ങാനിറങ്ങിയതാണ്. രാത്രിയായി, നമ്മളതുകൊണ്ട് തിരിച്ച് നടക്കുന്നു. മീൻ പിടിക്കാൻ ആഗ്രഹമൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് മീൻ പിടിക്കുക, ചൂണ്ടയിടുക. മീനുകളൊക്കെ ഉണ്ട്. ഇതങ്ങ് ഒഴുകി ഒഴുകി പോകുന്നൊരു തടാകം. കയറുമ്പോഴാണേലും സൂക്ഷിക്കുക. ചവിട്ടുപടി എന്ന് പറയാനൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ചവിട്ടി 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 കയറണം. ഈശോയെ, നമ്മളാ ഇറങ്ങിയ ആ സൈഡിൻ്റെ അങ്ങേ വശമാണ്, അതായത് പാലത്തിൻ്റെ ഇപ്പുറത്താണ്. കണ്ടില്ലേ, പുല്ല് വളർന്ന് നിൽക്കുന്നതാണ്. അതൊരു ബണ്ട് പോലെ രണ്ട് സൈഡിലും ഉണ്ട്. അതുപോലെ ഈ സാധനം കണ്ടോ, ഇത് എരിക്കുന്നാണ് അതിൻ്റെ പേര്. ഔഷധ ഗുണമുള്ള ചെടിയാണത്. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടെൻഷൻ അടിച്ച് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ. നല്ല റിലാക്സ് ആയിട്ട് നടക്കാം. ഇവിടെ എങ്ങും വണ്ടിയൊക്കെ കുറവാണ്. ഓട്ടം വരുന്നുണ്ട്.
ഈ വഴി താഴെ പാടത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഏറ്റത്ത് മീൻ പിടിക്കാൻ വരുന്നവർ വന്നിട്ടുണ്ട്. അവർ ചൂണ്ടയിടാനുള്ള പരിപാടികളാണ്. ചെറിയ കൊക്കുകളാണ്. കൊക്കുകൾ അതിൽ കൂടെയൊക്കെ പറന്ന് കിടക്കുന്നുണ്ട്. എന്താ അതിൻ്റെ കൂട്ടം വീണ്ടും വരുന്നു. വൈകുന്നേരമൊക്കെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഒത്തുകൂടുന്ന പോലെ ഉണ്ട്. എല്ലാവരും കൂടെ കൂടി വന്ന് അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടിരിക്കുന്നു. എന്താണ് ഇന്ന് വല്ല പെൺപിള്ളേരെ കണ്ട കാര്യം വല്ല ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ കുട്ടി വീഡിയോ. പപ്പേനെ നോക്കി നിന്ന് മടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.